ഞങ്ങളുടെ ഈ പുതിയ ലോകത്തേക്ക് ഇതാ പുതിയൊരു അതിഥിയും കൂടെ വരാൻ പോവാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ വയറ്റ് പൊങ്കാല, ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അത് കൂടാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഞങ്ങൾക്ക് എറണാകുളത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് നേരെ ദേ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അമ്മയും ബാക്കി ബന്ധുക്കളും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. എൻ്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ച് അയച്ചേക്കുന്നത് ആലപ്പുഴയിലാണ്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് 7 കൂട്ടം ഐറ്റംസ് കൊണ്ടുവരണം, ഇൻക്ലൂഡിങ് പഴം. അതിനുശേഷം കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതായത് കാരണവന്മാരും മുതിർന്നവരും എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ പെണ്ണിന്റെ അമ്മായിയമ്മ പെണ്ണിന് 3-4 ഐറ്റംസ് കഴിക്കാൻ കൊടുക്കും. അത് പുളുകുടി എന്നാണ് പറയുന്നത്. പുളിയുള്ള കുറച്ച് സാധനങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ കുറച്ച് ഐറ്റംസ് കഴിക്കാൻ കൊടുക്കും. ഈ സമയം ഞങ്ങൾ രണ്ടുപേരും കാഷ്യൂനട്ട് പോയി അണ്ണനെ പോലെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാനുള്ള അവസരമാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ദൗത്യം മുദ്രീകരിച്ച് ആദ്യം ഇറങ്ങിയത് നമ്മുടെ അച്ഛനെ. അങ്ങനെ അച്ഛനെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ കുറച്ച് പിച്ചു കൊടുക്കും. അതിനുശേഷമാണ് അത് മെയിൻ പാർട്ട്, ദാറ്റ് ഈസ് സദ്യ കഴിക്കുന്നത്. സദ്യ കഴിക്കുന്നതിന്റെ ആക്രാന്തം കൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കാൻ പോലും മറന്നു. പിന്നെ വേറൊരാൾ കഴിച്ച സദ്യ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ അച്ഛനോടും അമ്മയുടെ, അതായത് അമ്മായപ്പനോടും അമ്മായിയമ്മയുടെയും കാലൊക്കെ തൊട്ട് വെച്ചിട്ട് വെളിയിലോട്ട് പോവാണ്. ആ പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു. അങ്ങനെ നേരെ നടന്ന് ഭർത്താവ് അപ്പുറത്തുനിന്നും ഭാര്യ ഇപ്പുറത്തുനിന്നും വരണം, കണ്ണിൽ കണ്ട് സംസാരിക്കണം. അതിനുശേഷം ഈ ഭാര്യയുടെ പുറകെ അമ്മയുടെ വീട്ടിൽ നിന്ന് വന്ന ആളുകളെല്ലാം നടന്നതേ ഇങ്ങനെ പോകും. അവരങ്ങനെ നടന്നു നോക്കോട്ടെ. നമ്മുടെ ട്രെയിൻ 3 മണിക്കാണ്. സോ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതേ അടുത്ത ട്രെയിനിന് വീണ്ടും എറണാകുളത്തേക്ക് പോവാണ്. അപ്പൊ ടാറ്റാ.